ജില്ലയിലെ ചവറയ്ക്ക് സമീപമുള്ള പന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ശ്രീദേവി ക്ഷേത്രം. മണികെട്ടമ്പലം എന്ന മറ്റൊരു പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. കൊല്ലം നഗരത്തിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി അറബിക്കടലിൻ്റെയും TS കനാലെന്ന് വിളിക്കപ്പെടുന്ന കായലിൻ്റെയും പരിലാളനയേറ്റാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ദേവതയാണ് സാക്ഷാൽ ആദിപരാശക്തിയും മാതൃദേവതയുമായ ശ്രീ ഭദ്രകാളി. ഭക്തജന സഹസ്രങ്ങൾ സ്നേഹപൂർവം കാട്ടിലമ്മ അഥവാ കാട്ടിൽ മേക്കതിലമ്മ എന്ന് വിളിച്ചു പോരുന്നു. ദേവി ഇവിടെ ദാരികവധ ശേഷമുള്ള ഉഗ്രഭാവത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ദേവിയാണിതെന്നും ഐതിഹ്യങ്ങളുണ്ട്. മഹാഗണപതി, ദുർഗ തുടങ്ങിയ ഉപദേവതകളുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ആചാരങ്ങളിലൊന്നാണ് മണികെട്ടൽ. ഭക്തർ ക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേകം പൂജിച്ച മണി വാങ്ങി സമീപമുള്ള ആൽമരത്തിൽ കെട്ടുന്ന ചടങ്ങാണിത്. മനസ്സിൽ ആഗ്രഹം ചൊല്ലി ദേവീനാമ ജപത്തോടെ ആൽമരത്തിനു ചുറ്റും 7 തവണ പ്രദക്ഷിണം ചെയ്യുന്നു. അതിനുശേഷം പൂജിച്ച മണി പേരാലിൽ കെട്ടുന്നു. ഇങ്ങനെ 3 തവണ വന്ന് മണി കെട്ടുമ്പോൾ ദേവി കടാക്ഷം നേടാനാകുമെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നു. ജീവിതക്ഷേമത്തിനായുള്ള ധാർമ്മിക കാര്യങ്ങൾ എന്താഗ്രഹിച്ചു കൊണ്ടായാലും മണി കെട്ടി പ്രാർത്ഥിച്ചാൽ അത് ദേവിയമ്മ നടപ്പിലാക്കി തരുമെന്നാണ് ഭക്തരുടെ ദൃഢവിശ്വാസം. ഇതിനായി ആയിരക്കണക്കിന് ഭക്തർ വ്രതശുദ്ധിയോടെ ഇവിടെ എത്തി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ഓരോ വർഷവും വൃശ്ചിക മാസത്തിൽ അഥവാ ഇംഗ്ലീഷ് മാസം നവംബറിൽ ക്ഷേത്രത്തിൽ ആഗോള പ്രശസ്തിയാർജിച്ച വൃശ്ചികോത്സവം നടക്കുന്നു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള അനേക ലക്ഷം ഭക്തർ പങ്കെടുക്കുന്നു. ഉത്സവ സമയത്ത് ഭക്തർക്കായി ക്ഷേത്ര പരിസരത്ത് ആയിരക്കണക്കിന് കുടിലുകൾ നിർമ്മിക്കപ്പെടും. തോറ്റംപാട്ട്, വിശേഷാൽ പൂജകൾ, അന്നദാനം, തങ്കയങ്കി ഘോഷയാത്ര, വൃശ്ചികപ്പൊങ്കൽ, തിരുമുടി ആറാട്ട് എന്നിവയാണ് ഉത്സവത്തിലെ മറ്റു പ്രധാന ചടങ്ങുകൾ. കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവ ദേവാലയങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് TS കനാലും സ്ഥിതി ചെയ്യുന്നു. ദേശീയപാത വഴി വരുന്നവർക്ക് ചവറയ്ക്ക് സമീപമുള്ള ശങ്കരമംഗലം എന്ന സ്ഥലത്ത് നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക് യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാം. കായൽ മുറിച്ചു കടക്കാൻ ക്ഷേത്ര ഭരണസമിതി സൗജന്യമായി ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക ജങ്കാർ സർവീസിലൂടെ സാധിക്കും. കരുനാഗപ്പള്ളി വഴി യാത്ര ചെയ്തു വരുന്നവർക്ക് പ്രകൃതി ഭംഗി ഒരുക്കിയ മനോഹാരിത ആവോളം നുകർന്നുകൊണ്ട് ഇവിടെ എത്തിച്ചേരാം. വെള്ളാനത്തുരുത്തെന്ന സ്ഥലം കടന്നാണ് യാത്ര. ദാരികവധ ശേഷമുള്ള ഉഗ്രഭാവത്തിലുള്ള ഭദ്രകാളി പ്രതിഷ്ഠ, കായലും കടലും ചേർന്ന് അതിർത്തി തീർക്കുന്ന മനോഹരമായ സ്ഥലം, ആഴത്തിലുള്ള ഭക്തി പാരമ്പര്യം, ആചാരങ്ങളുടെയും ഉത്സവങ്ങളുടെയും ചേർന്ന് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം കേരളത്തിലെ ആത്മീയ ഭൂപടത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയിരിക്കുന്നു.